ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആദ്യം നമ്മൾ ഇത് അടിസ്ഥാനപരമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ആണ് കേട്ടോ. അതായത് ദ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഇസ് എ കോൺസെപ്റ്റ് ഇൻ മാക്രോ എക്കണോമിക്സ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ആൻ ഇനിഷ്യൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തിനാണ്? ഒരു നിക്ഷേപം നടത്തുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഓക്കെ, എന്നിട്ട് ആ 10,000-ൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടായി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 10,000 രൂപ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ആ ഒരു ചേഞ്ച്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് ക്യാൻ ലീഡ് ടു എ ലാർജർ ഓവറോൾ ചേഞ്ച് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോഴത്തേക്ക് ഈ 10,000-ൻ്റെ അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോഴത്തേക്ക്, അതായത് ഒരു ഉദാഹരണത്തിന് ഒരു ലാൻഡ് മേടിച്ച് അല്ലെങ്കിൽ ഒരു കുറച്ച് മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ മെഷീൻ കൂടി വെച്ച് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തിയപ്പോഴത്തേക്ക് ഈ മെഷീനറി കാരണം ആ എക്കണോമിയിൽ ഒരു 50,000 കോടി രൂപയുടെ ഔട്ട്പുട്ട്, അത്രയും രൂപയുടെ ഔട്ട്പുട്ട് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോഴത്തേക്ക് അവിടെ ചേഞ്ച് ഉണ്ടായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ 10,000 കോടി രൂപ അവിടെ ഉണ്ടായ ഔട്ട്പുട്ട്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 50,000 കോടി രൂപയുടെയാണ്. അപ്പോഴത്തേക്ക് ഈ 10,000 കോടി രൂപ എന്നത് 5 മടങ്ങായിട്ട് ഔട്ട്പുട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ എത്രയാണ്? അതായത് ഈ 5 മടങ്ങായി. അപ്പോഴത്തേക്ക് ഈ 5 എന്നുള്ളതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇപ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ചേഞ്ച് ഇൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും രൂപയുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ്, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇതൊരു സിമ്പിളായിട്ടുള്ള ടേമാണ് കേട്ടോ. അപ്പം ഇതിന് ഇൻകം അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് രണ്ടും സെയിം ആണ്. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് ഓർ ഇൻകം ഓഫ് ആൻ എക്കോണമി രണ്ടും സെയിം ആയിട്ടാണ് മാക്രോ എക്കോണമിയിൽ കണക്കാക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അത് ഹൗ ഇറ്റ് വർക്ക്സ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ലെറ്റ്സ് സേ എ ബിസിനസ് ഡിസൈഡ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ മെഷീനറി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയൊരു മെഷീനറിയിലോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലോ ഓർ ടെക്നോളജിയിലോ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഒരു ബിസിനസ്. ദിസ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് ആ ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ ആ എന്താണോ ആ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം, അതിൻ്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ രണ്ടാമത്തത് ഇൻകം ക്രിയേഷൻ ആണ്. ഇവിടെ എങ്ങനെയാണ് ഇൻകം ക്രിയേഷൻ എന്ന് നോക്കാം. അതായത് ദ ബിസിനസ് ദാറ്റ് റിസീവ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഈ ബിസിനസ് ആണല്ലോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ് സ്പെൻഡ്സ് സം ഓഫ് ഇറ്റ് ഓൺ വേജസ്. അപ്പോൾ അത് ആ ബിസിനസ്സിലേക്ക് തൊഴിലാളികളെ വേണമല്ലോ പണിയെടുക്കുന്നതിന്. അപ്പം അവർക്ക് വേജ് കൊടുക്കണം, റോ മെറ്റീരിയൽസ് വേണം, അതിന് പണം ചിലവാക്കണം, ആൻഡ് അതർ ഇൻപുട്സ് വേണം. ഒരുപാട് ഇൻപുട്സ് ഉണ്ട് ഒരു ബിസിനസ്സിന്, അതെല്ലാം വേണം. വിച്ച് ഇൻ ടേൺ ജനറേറ്റ്സ് ഇൻകം ഫോർ വർക്കേഴ്സ് ആൻഡ് സപ്ലൈസ്. അപ്പോൾ ഇതെല്ലാം, അപ്പം വേജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അതാർക്കാണ്? വർക്കേഴ്സിനാണ് അത് ഇൻകമായിട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ റോ മെറ്റീരിയലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ആ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിനാണ് ഇൻകം കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇൻകം കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അടുത്തത് ഇൻക്രീസ്ഡ് കൺസംഷൻ ആണ്. അതായത് ദോസ് ഹു റിസീവ് ദിസ് ഇൻകം, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇൻകം റിസീവ് ചെയ്യുന്ന ആരൊക്കെയാണ്? എംപ്ലോയീസ്, സപ്ലയേഴ്സ്. ഓക്കെ, അറിയാലോ. അപ്പോൾ അവരിങ്ങനെ ഇൻകം റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇൻകം വെച്ചിട്ട് അവരെന്ത് ചെയ്യും? വിൽ സ്പെൻഡ് ഓൺ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് അവർ മറ്റ് സാധനങ്ങളും സേവനങ്ങളും മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ പണം ചിലവഴിക്കും. ഓക്കെ, ലീഡിങ് ടു ഫർദർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഇവർ സാധനങ്ങൾ സേവനങ്ങൾ മേടിക്കുന്ന എവിടെ നിന്നാണ്? ഈ ബിസിനസ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ആ ബിസിനസ്സിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ ദിസ് സ്പെൻഡിങ് ജനറേറ്റ്സ് മോർ ഇൻകം ഫോർ അതർ ബിസിനസ്സസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ ഈ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് മറ്റ് ബിസിനസ്സുകൾക്ക് ഒരു ഇൻകമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മറ്റ് ഇൻഡിവിജ്വൽസിനും ബിസിനസ്സിനും ഒക്കെ ഇൻകമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സൈക്കിളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയും. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ് കേട്ടോ. അടുത്ത നാലാമത്തെന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് സൈക്കിളാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ദിസ് സൈക്കിൾ ഓഫ് സ്പെൻഡിങ് കണ്ടിന്യൂസ്. നേരത്തെ പറഞ്ഞ പോലുള്ള ആ സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, വിത്ത് ഈച്ച് റൗണ്ട് ജനറേറ്റിംഗ് മോർ ഇൻകം ആൻഡ് ലീഡിങ് ടു ഫർദർ കൺസംഷൻ. അതായത് ഓരോ റൗണ്ടിലും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ലീഡിങ് ടു ഫർദർ കൺസംഷൻ. അതായത് കൂടുതൽ ഇൻകവും കൂടുതൽ കൺസംഷനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൗവർ ദ ഇൻക്രീസ് ഡിമിനിഷസ്. അതായത് ഈ ഒരു ഇൻകവും കൂടുന്നു, കൺസംഷൻ കൂടുന്നു, പക്ഷേ ഇത് ക്രമേണ കുറയും. എന്തുകൊണ്ടാണ്? ഇൻ ഈച്ച് സക്സസീവ് റൗണ്ട് ബിക്കോസ് നോട്ട് ഓൾ ഇൻകം ഈസ് സ്പെൻഡ്. അതായത് ഒരാൾക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും സ്പെൻഡ് ചെയ്യത്തില്ല, ബാക്കി എവിടെ പോകും? അവർ സേവ് ചെയ്യും. അപ്പോൾ ഇത് ആ ഒരു സൈക്കിളിലേക്ക് വരുന്നില്ല, അവരെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സം ഈസ് സേവ്ഡ് ഓർ ടാക്സ്ഡ്. ചിലത് ടാക്സ് ആയിട്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് ആ ഒരു ഡിമിനിഷിങ് ഒരു പ്രോസസ്സ് അവിടെ നടക്കും, അതായത് ഡിമിനിഷിങ് ആയുള്ള ഒരു പ്രതിഭാസം അവിടെ നടക്കും. ഇനി നമുക്കിതിൻ്റെ ഫോർമുല നോക്കാം. ഫോർമുല ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. അതായത് ദ സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ ഡിപ്പെൻഡ്സ് ഓൺ
ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം MPC, അതായത് ഈ മൾട്ടിപ്ലയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് MPCയെ ആശ്രയിച്ചിരിക്കും. അതായത് അദ്ദേഹം അഡീഷണലായിട്ട് കിട്ടിയ ഇൻകത്തിൽ നിന്ന് എത്ര കൺസ്യൂം ചെയ്തു, എത്ര ചിലവാക്കി എന്നുള്ളത്. ഇതിനെപ്പറ്റിയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അവിടെ കയറിയാൽ ആ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. അപ്പം വിച്ച് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് അഡീഷണൽ ഇൻകം ദാറ്റ് പീപ്പിൾ സ്പെൻഡ് റാദർ ദാൻ സേവ്. അവർ സേവ് ചെയ്യാതെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച, അഡീഷണലായിട്ട് കിട്ടിയ ഇൻകത്തിൽ നിന്ന് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച തുകയാണ് MPC എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് 10,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് ഒരു 5,000 രൂപ എക്സ്ട്രാ കിട്ടി, 15,000 രൂപ കിട്ടി. അപ്പം ഈ അഡീഷണലായിട്ട് കിട്ടിയ 5,000 രൂപയിൽ നിന്ന് എത്ര ചിലവാക്കി, അതാണ് MPC എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതിന് 3 ഫോർമുല ഉണ്ട്. അതിൽ ഒരു ഫോർമുലയുടെ വിശദീകരണമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ കൊടുക്കുന്നത് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1/1 - MPC ആണ്. അത് 1 എന്ന് പറയുന്നത് ഇൻകമാണ്. ഇൻകത്തിൽ നിന്ന് കൺസംപ്ഷൻ കുറയ്ക്കുമ്പോഴത്തേക്ക് ബാക്കി സേവിങ് അല്ലേ. അതുകൊണ്ട് ഈ ഫോർമുലയെ മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1/MPS ഇങ്ങനെയും പറയും കേട്ടോ. MPS വരുന്ന എന്താണ്, അതായത് 1/MPC എന്ന് പറയുന്നത് MPS ആണ്. ഓക്കെ, അതായത് ഇൻകത്തിൽ നിന്ന് കൺസംപ്ഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള സേവിങ്, അതാണ് MPS കൊണ്ട് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് MPS എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇഫ് MPC ഈസ് ഹൈ, അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഈ MPC എന്ന് പറയുന്നത് കൺസംപ്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ഈസ് സ്പെൻഡ്, അതായത് അവർക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്ന് ഒരു ലാർജ് പ്രൊപ്പോർഷൻ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ, ഒരു 1-ൽ നിന്ന് കൂടുതലും അങ്ങ് പോവുകയല്ലേ. അപ്പോഴത്തേക്ക് റിസൾട്ടിങ് ഹൈ മൾട്ടിപ്ലയർ, അത് 1-ൽ നിന്ന് ആ ഭൂരിഭാഗം കുറയുമ്പോഴത്തേക്ക് മുകളിലത്തെ സംഖ്യ വലുതായിട്ട്, ന്യൂമറേറ്റർ വലുതായിട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് മൾട്ടിപ്ലയർ വലിയൊരു സംഖ്യ കിട്ടുന്നു. ഓക്കെ, അപ്പം MPC കൂടുതലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലയറിൻ്റെ ഒരു സംഖ്യ വലുതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇഫ് MPC ഈസ് ലോ, അതായത് കൺസംപ്ഷൻ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, മോർ ഇൻകം ഈസ് സേവ്ഡ്. അതിൻ്റെ അർത്ഥം ആൾക്കാർ കൂടുതൽ ഇൻകവും സേവ് ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പം ഒരു സ്പെൻഡിങ് കുറച്ചു, അപ്പോഴത്തേക്ക് റിസൾട്ടിങ് ഇന്നെ ലോവർ മൾട്ടിപ്ലയർ, അതായത് 1-ൽ നിന്ന് ചെറിയൊരു സംഖ്യ മാത്രമേ കുറയുന്നുള്ളൂ. അപ്പം ഏതാണ്ട് ന്യൂമറേറ്ററിനോട് അടുത്ത് നിൽക്കുന്നൊരു ഫിഗർ വരുമ്പോഴത്തേക്ക് ആ ഒരു മൾട്ടിപ്ലയർ എന്ന സംഖ്യ കുറഞ്ഞ ഒരു സംഖ്യയായിട്ട് കിട്ടുന്നു. പിന്നെ മൾട്ടിപ്ലയർ കാണുന്നതിന് മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അത് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ΔY/ΔI, അതായത് ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അത് തന്നിരിക്കുന്ന വാല്യൂസിനനുസരിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ 1/1 - MPC എന്ന ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനാണ് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ ഗവൺമെൻറ് ഇൻവെസ്റ്റ് $100 million ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഒരു ഗവൺമെൻറ് $100 million ഇൻവെസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ, അസ്യൂം ദ MPC ഈസ് 0.8, അതായത് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ MPC, ആൾക്കാരുടെ കൺസ്യൂം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് 0.8 ആണ്. അതിൻ്റെ അർത്ഥം വെച്ചാൽ 1-ൻ്റെ 0.8 എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ 80% കേട്ടോ. അതായത് മീനിങ് പീപ്പിൾ സ്പെൻഡ് 80% ഓഫ് എനി അഡീഷണൽ ഇൻകം, അവർക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻകത്തിൻ്റെ 80% ചിലവാക്കി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ മൾട്ടിപ്ലയർ എങ്ങനെ വരും? ദ മൾട്ടിപ്ലയർ വുഡ് ബി, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം 1/1 - MPC എത്രയാണ്? 0.8, അതായത് 1 - 0.8 എന്ന് വെച്ചാൽ 0.2 ആണ്. അപ്പോൾ 1/0.2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നു. അതായത് ഇവിടെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 5 ആണ്, 5 ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എത്രയാണ്? $100 million. അതായത് എക്കണോമിക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എത്രയാണ്? ഈ 100 million × 5, അതായത് 500 million ഔട്ട്പുട്ടാണ് അവിടെ കിട്ടാൻ പോകുന്നത് എന്നർത്ഥം. This means the initial investment of $100 million would eventually increase the total national income by $500 million. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതായത് കീ ടേക്ക് അവേസ് ആണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഷോസ് ഹൗ എക്കണോമീസ് ക്യാൻ എക്സ്പീരിയൻസ് എ റിപ്പിൾ എഫക്റ്റ്. അതായത് റിപ്പിൾ എന്ന് വെച്ചാൽ തിരമാല ഒന്ന് ഒരു സ്ഥലത്ത് ഒരു ഓളം ഉണ്ടാകുമ്പോഴത്തേക്ക് മറ്റൊരു സ്ഥലത്ത് ആ ഓളം ഇങ്ങനെ നീങ്ങിപ്പോണത് കാണത്തില്ല. അതായത് അതിൻ്റെ ഫലമായിട്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫലമായിട്ട് ഔട്ട്പുട്ട് ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു. അതാണ് റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രം ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഗവൺമെൻറ് സ്പെൻഡിങ്ങോ ഇൻവെസ്റ്റ്മെൻറ്റോ ക്യാൻ സ്റ്റിമുലേറ്റ് എക്കണോമിക് ഗ്രോത്ത്, അത് എക്കണോമിക് ഗ്രോത്തിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്ന് ഇത് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡ്യൂറിങ് എ റിസഷൻ, എപ്പോഴും റിസഷൻ ടൈമിൽ, അതായത് സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു ഔട്ട്പുട്ട് കൂട്ടുന്ന സ്റ്റേജിലേക്ക് വരുന്നു എന്ന് ഇത് കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ മൾട്ടിപ്ലയർ എഫക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്കണോമീസ് MPC, നേരത്തെ പറഞ്ഞ പോലെ MPCയെ ആശ്രയിച്ചിരിക്കുന്നു. അത് മാത്രമല്ല ടാക്സ് റേറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ആൻഡ് ദ ലെവൽ ഓഫ് ഇമ്പോർട്ടിൻ്റെ ലെവൽ, ടാക്സ് റേറ്റ്, അതായത് ടാക്സ് വളരെ കൂടുതലായിരുന്നാൽ ആൾക്കാരുടെ കയ്യിൽ ചിലവാക്കാനുള്ള തുക കുറവാണ്, ഡിസ്പോസബിൾ ഇൻകം കുറവാണ്, അവിടെ കൺസംപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതിനെ ബാധിക്കുന്നതാണ്? നമ്മുടെ മൾട്ടിപ്ലയറെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, വിച്ച് ക്യാൻ റിഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡൊമസ്റ്റിക് സ്പെൻഡിങ്, ഡൊമസ്റ്റിക് സ്പെൻഡിങ്ങിനെ റെഡ്യൂസ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഹെൽപ്സ്
പോളിസി മേക്കേഴ്സ്, അതായത് പോളിസി മേക്കേഴ്സ് ഇത് മനസ്സിലാക്കുന്നതിലൂടെ, ഈ മൾട്ടിപ്ലയർ, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കുന്നതിലൂടെ ഡിസൈഡ് ഓൺ ഫിസ്ക്കൽ പോളിസീസ് ടു ഇൻഫ്ലുവൻസ് എക്കണോമിക് ആക്ടിവിറ്റി, അത് എക്കണോമിക് ആക്ടിവിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഫിസ്ക്കൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ ഈ പോളിസി മേക്കേഴ്സിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.